തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിധിയിൽ സന്തോഷമെന്നും മികച്ച തീരുമാനമെന്നും ട്രംപ് പ്രതികരിച്ചു. പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യ ദിനം തന്നെ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു. മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും US പൗരത്വമുണ്ടാകണം, അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണമെന്നായിരുന്നു നിബന്ധന. അങ്ങനെയല്ലാത്തവർക്ക് US-ൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടാവില്ല എന്നാണ് ട്രംപ് ഉത്തരവിട്ടത്. ഇത് US-ൽ ജനിക്കുന്നവർക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണെന്ന് കാട്ടി വ്യക്തികളും സംഘടനകളും കോടതിയിൽ പോയി. എന്നാൽ ഹർജി പരിഗണിച്ച US സുപ്രീം കോടതി അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന നിർണായക വിധി പ്രസ്താവിച്ചു. ചില കേസുകളിൽ ഫെഡറൽ കോടതിയുടെ ഇടപെടൽ US കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലാണെന്നും കോടതി നിരീക്ഷിച്ചു. എക്സിക്യൂട്ടീവ് സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാൽ പോലും കോടതി അധികാരപരിധി ലംഘിക്കരുതെന്നും 5 ജഡ്ജിമാർക്കൊപ്പമുള്ള വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ 3 ജസ്റ്റിസുമാർ ഈ അഭിപ്രായത്തോട് വിയോജിച്ചു. മേരിലൻഡ്, മാസച്യൂസെറ്റ്സ്, വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അതേസമയം ട്രംപിന്റെ ഉത്തരവിന്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് കോടതി പരാമർശിച്ചില്ല. ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമാണ് ഇതെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. This morning the Supreme Court has delivered a monumental victory for the Constitution, the separation of powers, and the rule of law. In striking down the excessive use of nationwide injunctions to interfere with the normal functioning of the executive branch, the Supreme Court has stopped the presidency itself. That's what they've done. And really it's been an amazing period of time this last hour. ട്രംപിന്റെ ഉത്തരവിന് കോടതി പച്ചക്കൊടി കാട്ടിയതോടെ പ്രതിപക്ഷം 1,50,000-ത്തിലധികം നവജാത ശിശുക്കൾക്കാണ് US പൗരത്വം നിഷേധിക്കപ്പെടുക. ന്യൂസ് ഡെസ്ക്, News 18.